മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആര്യവേപ്പിനെ കുറിച്ചാണ്. ആര്യവേപ്പ് അഥവാ നിംബ അല്ലെങ്കിൽ അരിഷ്ട എന്ന് വിളിക്കുന്ന ഈ ചെടി ഹിമാലയം മുതൽ കന്യാകുമാരി വരെ എല്ലായിടങ്ങളിലും സുലഭമായിട്ട് കാണപ്പെടുന്ന ഒരു സസ്യമാണ്. 40 അടിയോളം ഉയരത്തിലുള്ള വൃക്ഷങ്ങളായി വരെ ഇത് വളരാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അസാഡ്രാക്റ്റ ഇൻഡിക്ക എന്നാണ്. വിഷത്തിലെ ത്രിമൂർത്തികളാണ് നിംബ നീലി കരഞ്ചങ്ങൾ. നിംബ അഥവാ ആര്യവേപ്പ് അതിൽ വിഷത്തിന് അത്യുത്തമമായ ഒരു ഔഷധ ചെടിയാണ്. വെലിയേസിയ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൽ നിംബിൻ, നിംബിനിൻ, നിംബിഡിൻ, നിംബോസ്റ്റിറോൾ തുടങ്ങിയ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. വിഷത്തിനും രക്തപിത്തത്തിനും മാത്രമല്ല അനേകം ത്വഗ്രോഗങ്ങൾക്കും ഇത് അത്യുത്തമമായ ഔഷധ ചെടിയാണ്. ഇതിൻ്റെ ബീജം, പത്രം, പുഷ്പം, തൈലം തുടങ്ങിയവ സർവ്വസാധാരണയായി ഔഷധങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. വേപ്പ് അല്ലെങ്കിൽ നിംബം രക്തശുദ്ധി ഉണ്ടാക്കാൻ അത്യത്ഭുതമായൊരു ഔഷധമാണ് വേപ്പ്. ഈ വേപ്പിൻ്റെ പ്രയോഗങ്ങൾ 2 വിധത്തിലാണ് പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ. ഒന്ന്, ഈ രക്തശുദ്ധി ഉണ്ടാക്കും, അതുവഴി ത്വഗ്രോഗങ്ങളെ ശമിപ്പിക്കും. അതുപോലെ തന്നെ ഈ രക്തസ്രാവം, ഈ വേപ്പിൻ്റെ ഇല അരച്ച് തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് ഈ രക്തം പോകുന്നത് അർശസിൽ കൂടിയും യോനിയിൽ കൂടിയും അതുപോലെ ഈ പല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ രക്തം പോകുന്നത് പെട്ടെന്ന് നിൽക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ശരീരത്തിൽ ചൊറിയുള്ള ഭാഗത്ത് ഈ വേപ്പിൻ്റെ ഇല കഷായങ്ങളെ കൊണ്ട് കഴുകുക, അല്ലെങ്കിൽ വേപ്പിൻ്റെ ഇല കട്ടിയായിട്ടുണ്ടാകുന്ന ഈ കിടിബം എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്, ഈ സോറിയാസിസ് എന്ന് പറയുന്ന കട്ടിയായിട്ടുണ്ടാകുന്ന ഈ ചൊറിക്ക് ഈ വേപ്പിൻ്റെ ഇല അരച്ചിട്ട് ഈ ചില വെറും പശു നെയ്യിൽ ചാലിച്ചിട്ട് പുരട്ടിയിട്ട് ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഇളം ചൂടുള്ള ഈ വേപ്പിൻ്റെ പട്ട ഇട്ട് വെന്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ശമിക്കും എന്നാണ്. പിന്നെ ഈ വേപ്പിനൊരു ഗുണമുള്ളത് ഈ വൈറസിന് ഉണ്ടാകുന്ന, അതായത് വൈറസ് മൂലം ഉണ്ടാകുന്ന ചിക്കൻ ബോക്സ്, മീസൽസ്, ഇപ്പോൾ ഉണ്ടാകുന്ന ഈ തക്കാളിപ്പേന്, ഇങ്ങനെ വൈറലായിട്ടുണ്ടാകുന്ന എല്ലാ അസുഖത്തിനും ഒരു ഒറ്റമൂലിയാണ് ഈ വേപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ വേപ്പിൻ്റെ ഇല ഈ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുന്ന ആളുടെ അടുത്ത് വേപ്പിൻ്റെ ഇല കൊണ്ടയ്ക്കും. അതുകൊണ്ട് 2 ഗുണം, ഈ വൈറസിൻ്റെ വ്യാപന ശക്തി കുറയ്ക്കും, ഈ കിടക്കുന്ന രോഗിക്ക് അതിൻ്റെ ആ തീവ്രത കുറച്ച് കുറയും, ചുറ്റുവട്ടത്തേക്ക് അത് വ്യാപിക്കില്ല. അതുപോലെ വേപ്പിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാം. ഇതൊക്കെ ഈ വൈറസ് രോഗത്തിന്, അതുപോലെ വൈറസ് കൊണ്ടുണ്ടാകുന്ന മറ്റു പല അസുഖങ്ങൾക്കും, ചിക്കൻ ബോക്സ് മാത്രമല്ല ഇപ്പോഴത്തെ കാണുന്ന ഈ വൈറസ് മൂലം ഉണ്ടാകുന്ന എല്ലാ അസുഖത്തിനും, ഹെർപ്പിസ്, ഇതിനൊക്കെ ഈ വേപ്പിൻ്റെ ഇല കഷായം കൊണ്ട് കുളിക്കുക. വേപ്പിൻ്റെ ഇല കഷായം അകത്തേക്കും കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. പിന്നെ ഈ വിഷചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉപയോഗിക്കുന്നതാണ് ഈ വേപ്പിൻ്റെ ഇല. അങ്ങനെ വേപ്പിൻ്റെ കഷായം ഈ അകത്തേക്ക് കൊടുക്കും. മാത്രമല്ല ഈ പുറത്തേക്കും അതിൻ്റെ ലേപനം, അത് ഈ നീലിയമ്പരി അങ്ങനെ കൂട്ടിച്ചേർത്ത് കുറേ പ്രയോഗങ്ങളുണ്ട്. പക്ഷേ എന്നാലും വേപ്പിന് ഈ വിഷശമനമായിട്ടുള്ളൊരു ഔഷധം കൂടി ഉണ്ട്.